1970 നവംബറിൽ ഒറിഗണിലെ ഫ്ലോറൻസിലെ ഉദ്യോഗസ്ഥർ അസാധാരണമായ ഒരു പ്രശ്നം നേരിട്ടു. ഒരു ചത്ത തിമിംഗലം കരക്കടിഞ്ഞു. അത് കുഴിച്ചിടാൻ വളരെ വലുതായിരുന്നു താനും. അത് കത്തിക്കുന്നത് അപ്രായോഗികവും. അവരുടെ പരിഹാരമോ ഡൈനമൈറ്റ് ഉപയോഗിച്ച് അത് പൊട്ടിത്തെറിപ്പിക്കുക. തിമിംഗലം ചെറിയതും തോട്ടിപ്പണിക്കാർക്ക് അനുയോജ്യവുമായ കഷണങ്ങളായി ചിന്നിച്ചിതറുമെന്ന് പ്രതീക്ഷിച്ച് അവർ 1/2 ടൺ സ്ഫോടക വസ്തുക്കൾ ശവശരീരത്തിനുള്ളിൽ വെച്ചു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സ്ഫോടനത്തിൽ വലിയ തിമിംഗല മാംസ കഷണങ്ങൾ വായുവിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഒരു കഷണം ഏകദേശം 400 മീറ്റർ അകലെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്മേൽ വീണ് കാർ തകർന്നുപോയി. വളരെ അടുത്തുനിന്ന് കാഴ്ചകൾ കണ്ടിരുന്ന കാണികൾ അഴുകിയ തിമിംഗല അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു. അതിലും കൂടുതൽ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ തിമിംഗല ശവശരീരത്തിന്റെ ഭൂരിഭാഗവും സ്ഫോടനത്തിൽ കേടുപറ്റാതെ അങ്ങനെ തന്നെയിരുന്നു. വൃത്തിയാക്കൽ സംഘങ്ങൾക്ക് ജോലി ഇരട്ടിയായി. നാളുകൾക്ക് ശേഷം ഒരു ടെലിവിഷൻ റിപ്പോർട്ടറുടെ കവറേജ് വൈറലായതോടെ ഈ സംഭവം കുപ്രസിദ്ധമായി. അമിത ആത്മവിശ്വാസത്തിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള ഒരു വിചിത്ര പാഠമായി എക്സ്പ്ലോഡിംഗ് തിമിംഗലം ഇന്നും തുടരുന്നു.